ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ-റൂഹു ജുനൂദുൻ മുജന്നദാ ഫമാ തഅറഫ മിൻഹാ ائتلفا وما تناكر منها يختلفا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ ഒന്നാം കാലഘട്ട ജീവിതം മനുഷ്യനുള്ളതായിരുന്നു. അവന്റെ ആത്മാക്കളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയ ലോകമാണ്. ആ ആത്മാക്കൾ വിഭിന്നമായ രൂപത്തിലുള്ളവരാണ്, വിഭിന്ന കോലത്തിലുള്ളവരാണ്, വിഭിന്ന തലത്തിലുള്ളവരാണ്. ഫമാ തഅറഫ മിൻഹാ യതലഫാ. ഒന്നാം കാലഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടിയതാകുന്ന ആത്മാക്കൾ, അവിടെ വെച്ചുകൊണ്ട് സംവദിച്ചതാകുന്ന ആത്മാക്കൾ ഈ ദുനിയാവാകുന്നതായ രണ്ടാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വമാ തനാകറ മിൻഹാ വമാ തനാകറ മിൻഹാ യഖ്തലഫാ. ഒന്നാം കാലഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തതായ ആത്മാക്കൾ ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ ഒന്നാം കാലഘട്ട ജീവിതമാകുന്ന ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടി പരിചയിച്ചതാകുന്ന ആത്മാക്കൾക്ക് ഈ ദുനിയാവാകുന്ന ഈ കാലഘട്ട ജീവിതത്തിൽ ശരീരത്തോടുകൂടി പരസ്പരം കണ്ടുമുട്ടാൻ പറ്റും. അവിടെ വെച്ച് കാണാത്തവർ ഈ രണ്ടാം ഘട്ട ജീവിതത്തിൽ ഒരിക്കലും കാണുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നുള്ള കാര്യം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വചനം അരുളിയത്. മാത്രമല്ല, മുത്തഖി എന്ന് പറഞ്ഞാൽ, തഖ്വയുള്ളവനെന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നവൻ മാത്രമല്ല. മനസ്സിലാക്കണം, അതെന്റെ ഒരു നിർവചനം മാത്രമാണത്. ഖുർആൻ പറയുന്നു, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവൻ മുത്തഖിയാണ്. അവനെക്കുറിച്ചേ മുത്തഖി എന്ന് പറയാൻ പറ്റുള്ളൂ. സൂറത്തുൽ ബഖറയുടെ തുടക്കം അങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الذين يؤمنون بالغيب. അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവനാണ് മുത്തഖി എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവൻ എന്ന് പറയുമ്പോൾ അവന്റെ ക്വാളിറ്റിയിൽപ്പെട്ടതാണ് അവൻ ഈ ദുനിയാവിൽ തന്നെ അദൃശ്യ ലോകങ്ങളെ പറ്റി പറയപ്പെടുമ്പോൾ പരിപൂർണമായി ഖുർആൻ പറഞ്ഞ ഹദീസുകൾ മുഖേന വരച്ചു കാട്ടിയതാകുന്ന ലോകങ്ങളെ പറ്റി വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട് എന്നുള്ളത് വിശ്വസിച്ചേ പറ്റൂ. അപ്പോഴേ അവൻ മുത്തഖിയാവുള്ളൂ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പറയും, അള്ളാഹു നമ്മളെ മുത്തഖീങ്ങൾ ചേർക്കട്ടെ. അതിനുവേണ്ടിയാണല്ലോ നോമ്പ് പിടിക്കുന്നത്, അതിനുവേണ്ടിയാണല്ലോ നിസ്കരിക്കുന്നത്, അതിനുവേണ്ടിയാണല്ലോ ഈ സക്കാത്ത് കൊടുക്കുന്നത്, അതിനുവേണ്ടിയാണല്ലോ രാപകലില്ലാതെ ഈ അധ്വാനിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മുത്തഖി ആരാണ്? ഖുർആൻ പറയുന്നു, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം.
അപ്പോൾ ഒന്നാം ഘട്ട ജീവിതം അതാണ്, ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം, ശരീരമില്ലാത്ത ആത്മാവിന്റെ ലോകം. അവിടെ നമ്മൾ ജീവിച്ചത് 1000 വർഷങ്ങളാണ് എന്ന് തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1000 വർഷങ്ങളോളം നമ്മൾ അവിടെ ജീവിച്ചിട്ടുണ്ട്. 1-2 മാസങ്ങളല്ല, വർഷങ്ങളല്ല, 1000 വർഷങ്ങൾ ആത്മാക്കളായി. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളെ കൊണ്ടുവരുന്നത് 2ാം ഘട്ട ജീവിതമാണ്. ഇപ്പോൾ നമ്മൾ വസിക്കുന്നതാകുന്ന ഈ ദുന്യാവിയായ ജീവിതത്തിലേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ അല്ലാഹു നമ്മളെ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് ദുന്യാവിന്റെ ഘട്ടത്തിലാണ്. 2ാം ഘട്ട ജീവിതമാണ് ആലമുദ്ദുന്യ, ഇഹലോക ജീവിതം. ഈ ലോകത്ത് നമുക്ക് 1ാം ഘട്ട ജീവിതത്തെ പോലെ ആയുസില്ല, മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ആയുസ് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ്സെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ വളരെ കുറഞ്ഞ പീരീഡ് മാത്രമാണ് ഈ ദുനിയാവിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അത് കഴിഞ്ഞാൽ പിന്നെ മരണമാണ്. പിന്നെ അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്രയാണ്. അടിസ്ഥാനപരമായി ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു തത്വമാണ് ഈ പറയുന്നത്. ഈ 5 ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. മുഅ്മിൻ മനസ്സിലാക്കിയിരിക്കണം. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. ഇത് നമ്മളിൽ നിന്ന് എടുത്ത് എറിയപ്പെട്ടു പോയി, ഇല്ലാതാക്കപ്പെട്ടു പോയി മിക്ക ആളുകളിൽ നിന്നും, മിക്ക സഹോദരിമാരും. മരണം ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ മനുഷ്യൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ല. മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്, ഖബർ യാഥാർത്ഥ്യമാണ്, മഹ്ശറ യാഥാർത്ഥ്യമാണ്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതെല്ലാം തൽഖീനിലൂടെ മരണപ്പെട്ട് ഖബറടക്കം ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മദ്രസയിലൂടെ പഠിച്ചതുമാണ്. പക്ഷെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരു വ്യക്തിയും അമൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ദുന്യവിയായ കാലഘട്ടത്തിന് വേണ്ടി ധാരാളം ഒരുമിച്ച് കൂട്ടുന്നു, വീട് വെക്കുന്നു, ആ വീട് തന്നെ മോഡിഫൈ ചെയ്യുന്നു, ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നു, എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു വീടാക്കി അത് മാറ്റുന്നു. ഏക്കർ കണക്കിന് ഭൂമി പ്രദേശങ്ങൾ അവൻ വാങ്ങിക്കൂട്ടുന്നു. ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് മനോഹരമായ ബിൽഡിംഗ് കെട്ടിപ്പടുത്ത് അതിലൂടെയുള്ളതാകുന്ന റെന്റ് വരുമാനം കൃത്യമായി ജീവിതത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവിതം പച്ചപിടിപ്പിക്കുക. ഇതൊക്കെ അവന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ആഖിറത്തിന് വേണ്ടിയുള്ളതാകുന്ന സദഖയാണെങ്കിൽ മാഷാ അല്ലാഹ്. അതല്ല ഈ ദുന്യവിയായ കാലഘട്ടം ശാശ്വതമാക്കണമെന്ന നിയ്യത്താണ് എങ്കിൽ ഒരു ഫായിദയുമില്ല. അല്ലാഹു നമ്മളെ. അധിക ആളുകളുടെയും പ്രവർത്തന മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ ശൈലിയും രീതിയും കണ്ടു നോക്കുമ്പോൾ, അമലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ ദുന്യാവ് ശാശ്വതമാണ് എന്ന നിലയ്ക്കാണ് അധിക ആളുകളുടെയും പ്രവർത്തനം. അത് മാറ്റമുണ്ടാവണം. മരണമുണ്ട് എന്നും മരണാനന്തര ജീവിതം വിശ്വാസമുണ്ട് എന്ന് പറയുന്ന മോമിനീങ്ങളിൽ തന്നെ പ്രവർത്തന മേഖല നല്ലതല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അധിക ആളുകൾ അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിക്കുന്നില്ല. എന്ത് കണ്ടാലും അവൻ പഠിക്കുന്നുമില്ല. അങ്ങനെയാണല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതായ സ്ഥലം അത് ഖബറാണ്, ഖബറാൻ. ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതുകൊണ്ടല്ലേ ഖബർ കാണുമ്പോൾ കരയാറുണ്ടായിരുന്നത്. ഖബറെന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്.
കൂട്ടുകാരെ ചോദിക്കുകയാണ്, മായുബക്കീക യാ ഉസ്മാൻ, ഉസ്മാനേ ഇത്രമേൽ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴും കാണുമ്പോഴും കരയിക്കാനുള്ള കാരണം എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ കുന്തു ഫിൽ മഹ്ശരി കുന്തു മഅന്നാസ്, കുന്തു മഅന്നാസ്. കത്തിച്ചൊരിക്കുന്നതായ സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരുഹളറത്തിൽ ഈ പാവപ്പെട്ട ഉസ്മാനിനെ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ, കുന്തു മഅന്നാസ്, ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുനിയാവിൽ നമസ്കരിച്ചവർ എന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവർ എന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തു വീട്ടിയവർ എന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ സദഖകൾ ചെയ്തവർ എന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ടാകും, ഈ ദുനിയാവിൽ നിരാശർക്ക് ആശ്രയത്വം കൊടുത്തവരുണ്ടാകും, ഈ ദുനിയാവിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ദിക്റുകളായി സലാത്തുകളായി ജീവിതത്തെ ധന്യമാക്കിയ സാലിഹീങ്ങൾ ഉണ്ടാകും. ഈ ദുനിയാവിൽ പാതിരാത്രി സമയങ്ങളിൽ നിശയുടെ നിശീതതയെ മുഖന്യമാറ്റി പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടും നമസ്കരിച്ചുകൊണ്ടും നിലകൊണ്ടതായ സാലിഹത്തുകളായ മുസ്ലിം സഹോദരിമാരോടെ ഉണ്ടാകും. കുന്തു മഅന്നാസ്, മഹ്ശറയിൽ ഞാൻ ഒറ്റക്കല്ല, അവിടെ നല്ലവരുമുണ്ട്, ദുഷിച്ചതായ ആളുകളുമുണ്ട്. വൈദാ കുന്തു ഫിന്നാർ, അല്ലാഹുവിന്റെ അലങ്കനീയമായ വിധിപ്രകാരം ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകമുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടാലും കുന്തു മഅന്നാസ്, ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവർ അവിടെ ഇല്ലയോ? ദുനിയാവിൽ മോശമായ സിനിമ കണ്ടവർ അവിടെ ഇല്ലയോ? ദുനിയാവിൽ സിനിമാ തിയേറ്ററിലേക്ക് ഏത് റിലീസിന്റെ പടങ്ങൾ കടന്നു വന്നാലും ഓടിച്ചാടി പോകുന്ന ഫാൻസ് അസോസിയേഷൻ ആ നരകത്തിൽ ഉണ്ടാവുകയില്ലയോ? തീർന്നില്ല. ഈ ദുനിയാവിൽ കള്ളും കഞ്ചാവുമായി നിലകൊണ്ടവരുണ്ട്, സീരിയലിന് അടിമപ്പെട്ട സഹോദരിമാരുണ്ട്, പാതിരാത്രി സമയമായാലും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന സഹോദരന്മാരുണ്ട്, മുസ്ലിം സഹോദരിമാരുണ്ട്. അവർ വാഹനത്തിലായിരുന്നാലും, അത് കാറിലാകട്ടെ, ബൈക്കിലാകട്ടെ, അത് ലോറിയിലാകട്ടെ, ട്രെയിനിലാകട്ടെ, ഫ്ലൈറ്റിലാകട്ടെ, ഏത് വിധേനയുള്ള യാത്രയായിരുന്നാലും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ എത്രയോ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അവരെയെല്ലാം വലിച്ചെറിയുന്നതായ സ്ഥലമല്ലയോ നരകമെന്നുള്ളത്? ചുരുക്കത്തിൽ ഞാൻ മഹ്ശറിലും ഒറ്റക്കല്ല, നരകത്തിലും ഞാൻ ഒറ്റക്കല്ല. വഇദാ കുന്തു ഫിൽ ഖബരി ലം യകുൻ മഈ അഹദ്. എന്നാൽ ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി ആറണിമണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്. ലം യകുൻ മഈ അഹദുൻ, ഒരാൾ പോലും എന്റെ കൂടെ ഖബറിലില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സുഹൃതമല്ലാതെ എന്റെ ഖബറിൽ ഒരാളും എനിക്ക് കൂട്ടാളികളില്ല. ഇന്നലെ വരെ എന്നോടൊപ്പം തൊട്ടുരുമി അടക്കം പറഞ്ഞ് ചുടുചുംബനം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കൂടെ വരുകയില്ല, എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടാവുകയില്ല, എന്റെ കുടുംബാദികളില്ല, എന്റെ ബന്ധുക്കാരില്ല, എന്റെ അയൽപക്കക്കാരില്ല, എന്റെ സഹോദരന്മാരില്ല. ഒരാൾ പോലും കടന്നു വരാത്ത തലമല്ലയോ ഒറ്റക്ക് നേരിടേണ്ട സ്ഥലമാണ് ഖബറെന്ന ഭയാനകമായ രോഗം. അതുകൊണ്ടാണ് ഖബറെന്ന് കേൾക്കുമ്പോൾ കരയുന്നത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖബറെന്ന ലോകം പാരത്രിക ലോകത്തേക്കുള്ളതായ ഒന്നാമത്തെ ലോകമാണ്, കവാടമാണ്. അവിടെ ആരൊരുവൻ രക്ഷപ്പെട്ടോ അവന് പിന്നീടുള്ള ജീവിതം രക്ഷയാണ്. ആ ഖബറിൽ നിന്ന് ആരൊരുവൻ രക്ഷപ്പെട്ടില്ലയോ അവന്റെ പിന്നീടുള്ള ജീവിതം എല്ലാ വിപത്തുകളും സമ്മേളിക്കുന്നതാണ്, വിപത്തുകൾ ഉണ്ടാവുന്നതാണ്. ഏത് മുഅ്മിനായ മനുഷ്യനെ കൊണ്ടുപോയി ഖബറടക്കിയാലും ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ സമീപത്തേക്ക് നീങ്ങി വന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാ, ഫയം തൻജു മിൻഹാ തൻജു മിൻ ദീ അളീമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. അല്ലയോ ഏകാന്തനായി കഴിയുന്ന സോദരാ, ഖബറിൽ കിടക്കുന്നതായ സോദരാ, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾ കൃത്യമായി മുൻഗണന നക്കീറിന് മറുപടി കൊടുത്തുകൊണ്ട് റാഹത്തായ നിലയിലുള്ള ജീവിതം നിനക്ക് സാധ്യമായാൽ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമിനീര് വിരൽ മുക്കിക്കൊണ്ട് കഫമുടയിലേക്ക് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ്, രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾ മുൻകർ നക്കീർ വന്നുകൊണ്ട് ചോദിക്കുമ്പോ എനിക്കറിയില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നവനാണോ, വിലപിക്കുന്നവനാണോ? റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമിനീര് വിരൽ മുക്കിക്കൊണ്ട് കഫമുടയിലേക്ക് തിന്മകൾ രേഖപ്പെടുത്തിയതായ സഹോദരനാണോ, സഹോദരിയാണോ? നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാ ഈ ഉസ്മാനിനെ കൊണ്ട് കഴിയൂല, ഇല്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം ഖബർ നിസാരമല്ല, ഖബർ നിസാരമല്ല, നിസാരമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ലോകത്തോട് പറഞ്ഞത്, സഹാബാ സഹാബാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ്. ആരാണ് പറയുന്നത്? ചെറുപ്പക്കാരാ, ഇസ്രാ മിഅ്റാജ് രാവിൽ പരിശുദ്ധമായപ്പെട്ട സ്വർഗം കണ്ട പ്രവാചകനല്ലയോ? ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ കണ്ട പ്രവാചകൻ, സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ വ്യക്തമായി നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട പ്രവാചകൻ, നരകത്തിന്റെ യാതനകൾ കണ്ട പ്രവാചകൻ, ആ നരകത്തിന്റെ 4 കാലുകൾ, 30,000 തലകൾ, ഓരോ തലകളിലും 30,000 വായകൾ, 2 ചുണ്ടുകൾ, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ, 70,000 കടിഞ്ഞാണുകൾ, ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ വീതം, എല്ലാം വ്യക്തമായി കണ്ട പ്രവാചകനെ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകം കണ്ണുകൊണ്ട് കണ്ട പ്രവാചകനെ പറയുകയാണ്, 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകം, അതേ 1000 വർഷം കത്തിച്ചിട്ട് അതിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സ്വഹാബ. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്, ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സ്വഹാബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കത്തിക്കൽ നിർത്തുന്നില്ല, നിർത്തുന്നില്ല. ثم وقد ألف سنة، ثم وقد ألف سنة. 2000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതായ നരകം, ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കൽ നിർത്തുന്നില്ല, നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. നരകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വഹാബത്തിനോട് വാചാലനാവുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ആ നരകത്തിൻ്റെതാകുന്ന ചൂട് വല്ലാതെ കൂടുകയാ. അത് വല്ലാതെ കറുത്തു പോയി സ്വഹാബ. വഹിയ സൗദാഉൻ മുളിമാ, ഇരുൾ മുറ്റിയതാകുന്ന കറുകറുത്തതായ നരകമായി, അതികഠിനമായ ചൂടുള്ള നരകമായി ആ നരകത്തെ അല്ലാഹു മാറ്റിയെടുത്തു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അർളുഹാ മിൻ റസാസ് وسقفها من نحاس وحيطانها من كبريت.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സ്വഹാബ, ആ നരകത്തിന്റെ താഴ്ഭാഗം യമാണ് വസഖഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പാണ്. അതികഠിനമായ ചൂടായിരിക്കുമല്ലോ. ഈ ദുനിയാവിൽ ചൂടുള്ളതാകുന്ന പകലിൽ പോലും വേണ്ട രാത്രിയിൽ പോലും കോൺക്രീറ്റ് സൗധങ്ങളിൽ കറങ്ങുറങ്ങുന്ന സോദര, ഫാനിലൂടെ അരിച്ചിറങ്ങുന്ന ചൂട് കാരണമായി ഉറങ്ങാൻ പറ്റാതെ AC വാങ്ങി വീട്ടിനുള്ളിൽ ഫീറ്റ് ചെയ്തുകൊണ്ട് സുഖമാനായി കിടക്കുന്നതായ ചെറുപ്പക്കാരെ അറിയണേ. കള്ളു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, സ്വന്തം ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തുന്ന സോദരി, ഭർത്താവ് അറബ് ലോകത്ത് ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുകയും അവനുമായി ശരീരം ഇഴുകിച്ചേർക്കാൻ താല്പര്യം വെക്കുകയും ചെയ്യുന്ന മുസ്ലിമത്തായ പെണ്ണെ, 4-5 പ്രസവിച്ച സോദരി, 40കാരിയായ സോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നരകത്തെ കുറിച്ച് റസൂലുള്ള വാചാരനാവുകയാണ്. നരകത്തിന്റെ താഴ്ഭാഗം യമാണ് വസഖഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പിനാലാണ് പടക്കപ്പെട്ടത്. സാബാ വഹീതാനുഹാ മിൻ കിബിരീത്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, അതികഠിനമായ ചൂടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, വലൗ ജുമിയ ഹതബുദ് ദുനിയാ കുല്ലിഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും മുഴുവൻ സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, ജഹന്നമാകുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്, 100-1 ഭാഗം മാത്രമാണ്. സാബ, എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഒന്നുകൂടി ഒമാനൂരുള്ള ചെറുപ്പക്കാര് ഒന്ന് സാഗൂതം, ഒന്ന് ശ്രദ്ധ കൊടുക്കണേ. റസൂലുള്ളാഹിയുടെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലൗ ജുമിയ ഹതബുദ് ദുനിയാ കുല്ലിഹാ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും, കേരളം മലപ്പുറം ജില്ലയിലെ മാത്രമല്ല, തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, നിലമ്പൂര് തേക്കുകാടുകളിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ മുഴുവൻ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന സർവ്വലക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്. എന്താണ് നരകം? ചിന്തിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചുമ്മാതല്ലല്ലോ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട്. എന്ത്? അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. എല്ലാ ജുമയ്ക്കും അല്ലേ, അല്ലാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഇമാമു മിമ്പറിൽ വെച്ച് ദുആയിരക്ക് ചെറിയ കാര്യമല്ലാണ്. 3 പ്രാവശ്യം ആവർത്തിക്കുന്ന പ്രാർത്ഥന അത് മാത്രമാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. 3 പ്രാവശ്യം, വേറെ ഒന്നുമില്ല. വേറൊരു കാര്യവും 3 വട്ടം ചോദിക്കുന്നില്ല. ആകെ മിമ്പറിൽ വെള്ളിയാഴ്ച ഹ്രസ്വമാകുന്ന ഖുതുബയാകട്ടെ, വലുതാകട്ടെ, ഖസീറാകട്ടെ, വലുതാകട്ടെ, ഏതായിക്കോട്ടെ, എല്ലാത്തിനകത്തുണ്ടാവും അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അത്രമേൽ പ്രധാനമാണത്, ചെറിയ കാര്യമല്ല. നരകം വലിയ ഭീകരമാണ്. 2 വിറകുള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായിട്ട് നരകത്തെ നീ കാണരുതേ, നീ അങ്ങനെ മനസ്സിലാക്കരുത്. നീ കരുതിയതുപോലെയല്ല. ലോകത്തുള്ള മുഴുവൻ മരങ്ങളും സസ്യലതാദികളും വൃക്ഷലതാദികളും എല്ലാം കൂടി ഒരുമിച്ചിട്ടുകൊണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ടുകൊണ്ട് എല്ലാം കൂടി കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം, അതൊക്കെ ഒന്നേ ഉള്ളൂ. ബാക്കി 99 നീ കരുതിയതിനപ്പുറമാണ്. ഹബീബ് റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? ആ ഒരൊറ്റ ഹദീസ് മതി നരകത്തിൻ്റെതാകുന്ന വലിപ്പം മനസ്സിലാക്കാൻ. നരകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കാൻ.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ചെറിയ കാര്യമല്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, നരകത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലദീ ബഅസനി ബിൽ ഹഖി നബിയാ, സത്യത്തിന്റെ ദൂതനായി എന്നെ നിയോഗിച്ചതായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. സ്വഹാബ, ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിൻ നാർ ലൗ ഉല്ലിഖ ബൈന സമാഇ വൽ അർള് لمات جميع الأرض من نتنها أو من حرها. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിലേക്ക് കടക്കുന്നതായ സഹോദരന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുന്നതായ വസ്ത്രം, ആ വസ്ത്രമെങ്ങാണം ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ട് കഴിഞ്ഞാൽ അത് ധരിക്കണ്ട. എവിടെയെങ്കിലും ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒന്ന് ആയെങ്കിലും കൊളുത്തിയിട്ടാൽ മതി. എവിടെയെങ്കിലും ഒന്ന് ഇട്ടു, ഏതെങ്കിലും ഒരു മരച്ചില്ലയിലിട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊന്നും ബന്ധിപ്പിച്ചു. لو علق بين السماء والأرض لمات جميع الأرض من نتنها أو من حرها. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും അതിന്റെ ദുർഗന്ധം കാരണമായിട്ടോ അതിൽ നടിച്ചു വീഴ്ചുന്ന ചൂട് കാരണമായിട്ടോ സർവരും മരിച്ചു വീഴുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അത്ര ചൂടാണ്. അപ്പൊ ധരിപ്പിച്ചാൽ എന്തായിരിക്കും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹദീസല്ലേ, വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ഈ രാത്രിയിൽ പോലും ഈ സമയത്ത് പോലും നമ്മൾ വിയർക്കാണ്. ഇതായിപ്പോ ഈ ലൈറ്റിൽ നിന്ന് വരുന്ന ചൂടുകൊണ്ട് ഞാൻ വിയർക്കാം. അപ്പൊ എന്താ മഹ്ശറ എന്ന് പറഞ്ഞാൽ, എന്താണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ, എന്താണ് നരകം എന്ന് പറഞ്ഞാൽ, എന്താണ് അവസ്ഥ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഉറക്കെ ചോദിക്കേണ്ടതാണിത്, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. സുബൈ കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 വട്ടം ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചെല്ലണം? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ 7 പ്രാവശ്യം. ആരാ ചെല്ലുന്നത്? ചെല്ലി റമളാനൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാം അങ്ങ് ചുരുക്കുക. റമളാനാകുമ്പോൾ ഫുഡ് അടിക്കണം. കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ സലാം വീട്ടിട്ട് യാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ കുഴിമന്തി കിഴി പൊറോട്ട യാ അല്ലാഹ് ഖലാസ് അരകം വന്ന് മുന്നിൽ നിൽക്കും. ഇത്രയും പെട്ടെന്ന് ഫുഡ് അടിച്ചാൽ മതി. ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അതുപോലെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാറും മിക്ക മഹലുകളില്ല, എല്ലാം എടുത്തു പോയി. അത് നേരത്തെ തന്നെ കമ്മിറ്റിക്കാർ പറഞ്ഞിരിക്കും, ആദ്യം ചെല്ലിയിട്ട് ഇവിടെ സമയം നമുക്ക് ആദ്യം തന്നെ ഫുഡ് അടിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ വർഷത്തിലൊരിക്കലാണ് പള്ളിയിൽ വരുവുള്ളൂ. അത് തന്നെ ഇപ്പം റമളാന് വന്ന് മഗ്രിബ് നിസ്കരിച്ച് വേഗം പോകുന്നുണ്ട്. മഗ്രിബിനെ വരുവുള്ളൂ, തറാവീന് വരില്ല. കാലിൽ മുട്ടിന് ചെറിയ വേദനയുണ്ട്. ഇതാണ് കൗമ്. അപ്പൊ തന്നെ അതിന് തന്നെ നിയന്ത്രണം. അവിടെയുള്ള ദിക്റും ഔറാദും എല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം ഒന്നും വേണ്ട. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റേ ഉള്ളൂ. സമ്പാദിൽ കൂടുതലൊന്നും ഈ ദിക്റൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. മിക്ക ആളുകൾക്ക് ഇതൊക്കെ മടിയാണ്. 10 സ്വലാത്ത് നിസ്കാരത്തിന് ശേഷമുള്ള പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകില്ല. അഥവാ പോയാൽ തന്നെ ആ സ്വലാത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് പോയവാൻ. 3 സ്വലാത്ത് എല്ലാനായിട്ട് മടി, കൈ താഴോട്ട് പോവാൻ. എന്നാൽ നിസ്കാരം കഴിഞ്ഞ് 3 പൊതി കിട്ടുവാണെങ്കിലോ കുനൂത്തോതിനപ്പുറം കൈ എങ്ങനെ പൊങ്ങി നിൽക്കുക. ഇതാ കളി. 10 പൊതി കിട്ടിയാലോ അതിനപ്പുറത്ത് വീണ്ടും കൈ പൊങ്ങുകയാണ്. സലാത്തിന് കൈയില്ല, കൈ താഴോട്ട്. നമ്മുടെയൊക്കെ ഈമാന്റെ ഒരു ആവേശം ഞാൻ പറയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എത്ര പൊതി കിട്ടിയാലും പൊതിയും കൊണ്ടുപോയി അല്ലാഹ്. 10 പൊതി 50 പൊതി ആയാലും കൊണ്ടുപോകും. ഒന്ന് എളാപ്പാക്ക് മൂത്താപ്പാക്ക് പേരിങ്ങനെ പലതും പറയുമെങ്കിലും ഒന്ന് ഇലാഹ ഹളറത്തി, എല്ലാം നമ്മുടെ ഇലാഹ ഹളറത്തിലേക്ക് സ്വന്തം വയറ്റിലേക്ക് അടിക്കുന്നതല്ലാതെ വേറെ അവിടെ ഒരു മനുഷ്യനും കൊടുക്കൂല. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു ജന്മം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഫുഡ് ഉണ്ടെങ്കിൽ സദസ്സിലാണ്, ഫുഡ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കും, ഫുഡില്ലെങ്കിൽ ബാക്കിൽ പോയിരിക്കും. 10 രൂപ അല്ലെങ്കിൽ 50 രൂപയുടെ കാക്ക ബിരിയാണിക്ക് കൊടുക്കുന്ന വില നമ്മൾ നിസ്കാരത്തിന് കൊടുക്കാത്ത അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരാൾ രാവിലെ പറയും, രാവിലെ സുബഹിസ്കരിച്ച് വാ, പള്ളിയിലോട്ട് വാ. സുബഹിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവിടെ പത്തിരി ഇറച്ചിയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും സുബഹി പള്ളിയിലുണ്ട്.
അല്ലേ? സുബഹി കൃത്യമായി ജമാഅത്ത് നിസ്കരിച്ചാൽ നിനക്ക് അതിനേക്കാൾ വലിയ സമുന്നതമായ പ്രതിഫലം ഉണ്ടെന്ന് വർഷങ്ങളായിട്ട് വാഴ്ന്നു പറഞ്ഞിട്ട് ഒറ്റൊരുത്തം സുബഹിക്കില്ല. ഇത് പതുക്കം പറയുന്നത് എന്തിനാണെന്നറിയാം? മറ്റുള്ളവർ കേട്ട് അവർ ഊറിച്ചിരിക്കും. കാരണം മറ്റുള്ള സമുദായത്തിന് അവർ സുബഹിയുടെ സമയത്ത് അവർക്കൊരു പള്ളിയിലൊരു ആരാധന നോക്ക്. ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ നിങ്ങൾ നോക്കും, റോഡിൽ വരെ ആളുകളാണ്, ഫുള്ളാളാണ്. രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് വരും. അമ്പലത്തിൽ പോകുന്നുണ്ടോ ഹൈന്ദവ സഹോദരങ്ങൾ? കുളിച്ചൊരുങ്ങി ഈറനണിഞ്ഞ് നല്ല വൃത്തിയായിട്ട് രാവിലെ അവർ പോകും അമ്പലത്തിന്. സുബൈക്ക് മുമ്പ് 4 മണിക്ക് അമ്പലത്തിലെത്തും, മണി അടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. നമ്മളുടെ സുബൈക്ക് 6 മണിക്ക് സുബൈ വെച്ചിട്ട് പോലും അയവൻ കിടന്ന് ഉറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നിട്ട് സ്വർഗം വേണമെന്ന് പറയുക. എങ്ങനെ കിട്ടും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ജീവിതം റെഡിയാകണ്ടേ? ജീവിതം ശരിയാകണം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഗ്ലിഖിൽ ബാബ വദ്കുർ ഇസ്മല്ലാഹ്. ജാബിറേ നീ വാതിലടയ്ക്കണേ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ടടയ്ക്കണേ. വഔഖിസ് സിഖാ വദ്കുർ ഇസ്മല്ലാഹ്. തോൽപാത്രത്തിന്റെ വായ മൂടി കെട്ടണേ. അഥവാ വെള്ളത്തിന്റെ പാത്രം നീ തുറന്നു വെക്കരുതേ, തുറക്കരുതേ, തുറന്നു വെക്കാൻ പാടില്ല. വദ്കുർ ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യണേ. വഖമ്മിർ ആനിയതക്, നിന്റെ പാത്രം, ഭക്ഷണത്തിന്റെ പാത്രം നീ മൂടി വെക്കണേ. വദ്കുർ ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, വർഷത്തിൽ ഒരു രാത്രിയുണ്ട് സഹാബ, ആ രാത്രിയിൽ ആകാശത്ത് നിന്ന് വിപത്തിറങ്ങും. തുറന്നിരിക്കുന്ന ഭക്ഷണ പാത്രങ്ങളിലാണ്, പാനീയങ്ങളിലാണ് വിപത്തിറങ്ങുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കൊറോണ ഉള്ള വൈറസ് എന്താ? അത് വവ്വാലാന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ഈനാമ്പച്ചിയാന്ന്, ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും മരപ്പട്ടിയാന്ന് പറയും. ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോഗ്യ മന്ത്രാലയം അവർ പറയുന്നില്ല, നമ്മൾ വിശ്വസിക്കുക. കുറച്ചു മുമ്പ് പറഞ്ഞ് നിപ്പാടെ അതേമോട് തന്നെ ഏതാണ് വവ്വാലാന്ന് പറഞ്ഞു. കാണുന്ന വവ്വാലിനെ കൊടി വെച്ച് കൊല്ലാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പിന്നെ വന്നത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പുതിയ വാർത്ത ഈനാമ്പച്ചിയാന്ന് പറയും. അതിന്റെ വേഗത്തു നിന്നാണ് ഇത് പടർന്നത്. ഇപ്പൊ പന്നിയാന്നും പറയും. ഇങ്ങനെ ഒരുപാട് കൗലുകളാണ്. എന്നാൽ ഹദീസിൽ ഇങ്ങനെ വരുന്നുണ്ട് ഒരാശയം, അതാ ഞാൻ ഈ പറഞ്ഞത്. വർഷത്തിലൊരിക്കൽ ആകാശ ലോകത്ത് നിന്ന് ഒരു വിപത്തിറങ്ങും, അത് തുറന്നിരിക്കുന്ന ഭക്ഷണപാനങ്ങളിലായിരിക്കും വരിക എന്ന് ഹബീബ് റസൂലുള്ളാഹി. കഴിഞ്ഞ കൊല്ലം നിപ്പ, ഈ വർഷം കൊറോണ. ഓരോരോ പേരാണ്. പിന്നെ കോളറ, ഇങ്ങനെ പല പേര് വരും. പിന്നെ കൊക്കക്കോള, പല പേരാണ്. ഒരുപാട് പേര് ഇഷ്ടം പോലെ മാറുന്നല്ലാതെ ഇതൊക്കെ ഒന്ന് തന്നെ, സെയിം തന്നെ. ഒരു പനി വരുന്നു, ന്യൂമോണിയയിലേക്ക് വരുന്നു, പിന്നെ തളർന്ന് അളങ്ങില്ലാതാവുന്നു. ഇന്നഹു അദാബുൻ യബ്അസുല്ലാഹു അലാ മൻ യശാ. ഹദീസ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്ന വിപത്താണ്. അതുകൊണ്ട് എന്ത് വേണം? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞ വാക്കാണിത്. ആദ്യം പറഞ്ഞത് വാതിലടയ്ക്കണം, കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകളടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. എൻ്റെ ഉമ്മാടെ വാപ്പയാണ്. പഴയ കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് മലബാർ ദേശത്തോട്ട് വാതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളെടുക്കും തിരിച്ചു പോകാൻ. അപ്പം സ്വന്തം ഭാര്യയാകുന്ന എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക് അവർക്ക് കത്തെഴുതും. കത്തിലുള്ളതാകുന്ന ആശയങ്ങൾ ഇതൊക്കെയാണ്. ആ കത്തിന്റെ വരികളാണ് ഞാൻ പാടിയത്. നല്ല ഉപദേശം കൊടുക്കാൻ റസൂലുള്ളാഹി ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞ ഉപദേശം, വാതിലടയ്ക്കുക. ഒന്നാമതായി പറഞ്ഞത്, നമ്മൾ ഭാര്യമാരെഴുതി കൊടുക്കുമോ? നമ്മൾ മുത്തുകവും ചുംബനം കൊടുത്തതിൻ്റെ സിഗ്നലും അതും ഇതുമൊക്കെ അയച്ചു കൊടുക്കുക. ഇതാ കളി. ചുംബനം അയച്ചു കൊടുക്കുക, കുറെ സിഗ്നലുകൾ അയച്ചു കൊടുക്കുക. വാട്സാപ്പാണത് ഇപ്പം എല്ലാം. അതിലൂടെ ഇങ്ങനെ ഓരോന്ന് അയച്ചു കൊടുക്കുക.
അല്ലാതെ ഒരു ഉപദേശം നിസ്കരിച്ചോ എന്ന് ചിലപ്പോൾ ചോദിക്കാൻ പോലും വിട്ടുപോകും. ഭക്ഷണം കഴിച്ചോ, ഫുഡടിച്ചോ, ഇതാണ് നമ്മൾ ചോദിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറയുന്ന അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകളടഞ്ഞ് കണ്ടാലും. മക്കളൊക്കെ ചിലപ്പോൾ പറയും ഞാനത് അടച്ചിട്ടുണ്ടെന്ന് ഉമ്മയോട് പറഞ്ഞാലും ഭർത്താവില്ല എങ്കിൽ ഉമ്മ ശ്രദ്ധിക്കണം, ഭാര്യ ശ്രദ്ധിക്കണം. മക്കൾ പറയും ഞാനത് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവരടുത്ത് പോയി നോക്കണം. കഥകൾ അടഞ്ഞു കണ്ടാലും പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കഥക് ചാരിയിട്ടതായിരിക്കും കാണുക, എന്നാലും പോയി അടുത്ത് പോയി നോക്കണം. അടുത്ത് ചെന്നിടണേ അതിനുടെ അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കൊളുത്തൊക്കെ ശരിക്ക് വീണോ നോക്കണം. ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരുടെയും വീട് ഫ്രണ്ട് അടിപൊളി വാതിലും ഭയങ്കര കൊളുത്തുമൊക്കെ. അടുക്കള വാതിൽ കസേര വെച്ച് ബെഞ്ച് വെച്ച് ചാരി വെച്ചിരിക്കുക, കൊളുത്തുമില്ല പൂട്ടുമില്ല. മിക്കവാറും അവസ്ഥ അങ്ങനെ ആകാൻ പാടില്ല. എത്ര ചെറിയ കൊളുത്താണെങ്കിലും അത് ഇടണം, പരിപൂർണമായിട്ട് ഇടണം. എല്ലാവർക്കും കുനിയാൻ എല്ലാവർക്കും ഒരു മടിയാണ്. എന്താ കാര്യം? കൊളസ്ട്രോൾ കൊണ്ട് വല്ലാതെ വയ്യ, അതുകൊണ്ട് കുനിയൂല. മുകളിലത്തെ കുറ്റെല്ലാം ഇട്ട് വെച്ചിരിക്കുക, താഴോട്ട് ഇടൂല. മിക്ക വീടുകൾ അങ്ങനെ. താഴെ ഇടണമെന്നുണ്ടെങ്കിലും മക്കൾ എന്ത് ചെയ്താൽ മതി, ഒരു 5 രൂപയോടെ ഇട്ട് വെച്ചാൽ മതി. വാപ്പ കട്ടിലിൽ നിന്ന് ഇഴഞ്ഞ് വന്നിട്ട് അത് വന്നിട്ട് 5 രൂപ എടുത്ത് കുറ്റിയിട്ടിട്ട് പോകും. ഡെയിലി അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതായത് പൈസ കണ്ട ദുനിയാവ് കണ്ട കമിഴ്ന്നു തുടങ്ങും, അല്ലെങ്കിൽ അതൊന്നുമില്ല. അതൊക്കെ ഇടണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. എന്ത് വാതിലടക്കണേ, വഗലുക്കൽ ബാബ വദ്കുരിസ്മല്ലാഹ്. വാതിലടക്കണം, ബിസ്മി ചൊല്ലി കൊണ്ട് വേണം ചെയ്യാൻ. 21 ബിസ്മി ചൊല്ലിയിട്ട് വാതിലങ്ങോട്ട് അടച്ചാൽ പിന്നെ ഒരൊറ്റ ഒരൊറ്റ കള്ളനും അവിടെ കേൾക്കൂല, ഒരു കൊള്ളക്കാരനും വരൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. 21 ബിസ്മി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് വാതിൽ അങ്ങനെ വേണം അടയ്ക്കാൻ. അല്ലാതെ ഇപ്പോൾ വീട്ടിൽ എല്ലാ വാതിലും ബിസ്മി ഇങ്ങോട്ട് വരികയാണെങ്കിൽ സുബൈ ബാങ്ക് വിളിക്കും. മൊത്തം വാതിൽ ഇത് വേണം, അത് വേണ്ട. ഒരു വാതിൽ, ഫ്രണ്ട് വാതിൽ പൂട്ടുന്ന സമയത്ത് ആരാണോ പൂട്ടുന്നത് അവർ ശുദ്ധിയുള്ളവർ ബിസ്മി 21 ചൊല്ലിയിട്ടങ്ങ് അടയ്ക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബിസ്മി എന്ന് പറയാൻ ഭയങ്കര സംഭവമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിപൂർണമായി ചൊല്ലിയാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹദീസാണത്. വദ്കുരിസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ചെയ്യണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. നബി തങ്ങൾ പരസ്യമാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. വഗലുക്കൽ ബാബ. ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണത്തിൻ്റെതാകുന്ന പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. തൊട്ടടുത്ത വരി അതാണ് ഹദീസ് നബി തങ്ങളുടെ. ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞതാണ്. അത് പൊരിച്ച മീനാണ്, മീൻ പൊരിച്ചതാണ്, ഇറച്ചിയാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, തുറന്നു വെക്കാൻ പാടില്ല, അത് മൂടി വെക്കണം. അടുക്കളയിലുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. കഴിക്കാൻ വേണ്ടി ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് മൂടി വെക്കണമെന്ന് അതല്ല. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണത്. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാരണം തുറന്നിരിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ ആകാശ ലോകത്ത് നിന്ന് വർഷത്തിൽ ഒരു വിപത്തിറങ്ങും. ഒരുപക്ഷെ അതാണോ ഈ കൊറോണയടക്കമുള്ള വൈറസ് ബാധ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വർഷത്തിൽ അങ്ങനെ ഒരു വിപത്തിറങ്ങുന്നുണ്ട് ഭക്ഷണപാനീയങ്ങളിൽ. അപ്പോൾ മുസ്ലിമീങ്ങളിൽ അധികം ആളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട്, അത് അടച്ചു വെക്കാറുണ്ട്. എന്നാലും ചില ആളുകളൊക്കെ പാശ്ചാത്യ ശൈലി സ്വീകരിച്ചിട്ട് തുറന്നൊക്കെ വെക്കുന്ന ഒരു സമീപനം ഉണ്ടാകാറുണ്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണപാനീയങ്ങൾ എപ്പോഴും അടച്ചു വെക്കണം. വലോ അറുദത്ത് അലൈഹി ഷൈഉൻ, ഹദീസിൽ കാണാം, ഒന്നും കിട്ടിയില്ലെങ്കിലും മൂട് മാത്രമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ കമ്പിൻ കഷ്ണമെങ്കിലും വെച്ചുകൊണ്ടൊന്ന്
മൂടണമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിന് മുലങ്ങുതടിയായിട്ട് പല്ലിയെ കൊല്ലുന്നത് എന്താണ് എന്നുള്ള വിഷയം മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. പല്ലിയെ കൊല്ലാൻ വേണ്ടി 5 വസ്തുക്കളെ കൊല്ലണമെന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിലൊന്നാണ് പല്ലി. അതിൻ്റെ കാരണം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തീക്കുണ്ടാരത്തിൽ അപ്പോഴിങ്ങനെ ഇത് ഊതിക്കൊടുത്തു, അത് വേറെ വിഷയം, അതല്ല. എന്നാലും മർമ്മപ്രധാനമായിട്ട് പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ, തുറന്നിരിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ വന്നുകൊണ്ട് കാഷ്ടിക്കും, വിസർജിക്കും. അത് പല്ലിയുടെ ഒരു സ്വഭാവമാണ്, വല്ലാത്തൊരു സോക്കേടാണ്. ഭക്ഷണപാനീയങ്ങൾ എവിടെ തുറന്നിരുന്നാലും അവിടെ വന്ന് കറക്റ്റ് അതിൻ്റെ മേളിൽ വന്നിട്ട് വിസർജിക്കും. നമ്മുടെയൊക്കെ അടുക്കളയിൽ ഇത് തന്നെ ഉള്ളൂ, പല്ലി തന്നെ പല്ലി. നമ്മളാരും അതിനെ മൈൻഡ് ചെയ്യാറില്ല. എന്തിനാ വെറുതെ വിട്ടേക്ക്, കാണാൻ നല്ല രസമുണ്ട്, നല്ല വെളുത്ത് ഗ്ലാമറായിട്ട് പുട്ടിയിട്ട് ഞാൻ നിൽക്കുന്നത്, എന്നാൽ പിന്നെ വിട്ടേക്കാന്ന് കരുതി എല്ലാവരും അധികം ആളും മൈൻഡ് ചെയ്യുന്നില്ല. പല്ലിയെ കൊല്ലണം ഹബീബ് റസൂലുള്ളാഹി. കാരണം ഇതാണ്, തുറന്നിരിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ വന്ന് വിസർജിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില പാത്രങ്ങളൊക്കെ വന്ന് നക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മളറിയുന്നില്ല, വലിയ വിപത്താണ്. അവിടെ ശ്രദ്ധിക്കണം. എന്നതുപോലെ ആകാശലോകത്ത് നിന്ന് വർഷത്തിലൊരിക്കൽ വിപത്തിറങ്ങും എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇതൊക്കെ സഹോദരിമാർ ഈ സദസ്സിലുള്ളതുകൊണ്ട് മുൻകഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്നതായ ജീവിതത്തിൽ, നമ്മുടെ ഉമ്മമാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായ അടുക്കള ക്രമീകരണങ്ങളിൽ വലിയ മാതൃകയുണ്ട് എന്നതാണ് ഞാൻ പഠിച്ചത്. റസൂലുള്ളാഹി പഠിപ്പിച്ചതായ ഹദീസിൻ്റെ പിൻബലമാണ് അതിന് നിദാനം. ഞാൻ പറഞ്ഞു വന്നത് നരകത്തെക്കുറിച്ചാണ്. ഇവിടെ ശ്രദ്ധിക്കണം, നരകത്തെക്കുറിച്ചാണ്. ആ നരകത്തെക്കുറിച്ച് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത്രയേറെ വിശദീകരിച്ചു. 3000 വർഷം നിരന്തരമായി കത്തിച്ചതായ നരകം. ആ നരകത്തിൻ്റെ താഴ്ഭാഗം ഈയത്തിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്, മുകൾ ഭാഗം ചെമ്പിനാലാണ്, ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്. 3000 വർഷം നിരന്തരമായി കത്തിച്ചപ്പോൾ അതിൻ്റെ നിറം വല്ലാതെ കറുകറുത്തു പോയി എന്നൊക്കെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം പറഞ്ഞിട്ട് നബിതങ്ങൾ പറയുന്നു. അതിന് 4 കാലുകളുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലഹ 4 ഖവായിമ, 4 കാലുണ്ട് നരകത്തിന്. നരകത്തിൻ്റെ ഒരു കാലിന് അടുത്ത കാലിലേക്കുള്ള വഴിദൂരം വബൈന കുല്യ ഖായിമത്തിൻ മസീറത്തു അൽഫി ആമിൻ, 1000 വർഷത്തെ വഴിദൂരമുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്താ പറയുന്നത്? ഒരു കാലിന് അടുത്ത കാലിലേക്കുള്ള ദൂരം എത്രയാണ്? 1000 വർഷമാണ്. അല്ലാഹു മളക്കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം, നരകത്തിന്റെ ഒരു കാലിന് അടുത്ത കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷമാണ്. സാബ 1000 വർഷം വഴിദൂരമാണ്. അഥവാ നരകത്തിൻ്റെതാകുന്ന ഒരു കാലിൽ നിന്ന് അതിശീഘ്ര ഗമനമാകുന്ന ഒരു കുതിരയെടുത്തുകൊണ്ട് നീ പലായനം ചെയ്തു കഴിഞ്ഞാൽ 4ാമത്തെ കാലിലേക്ക് നീ എത്തുമ്പോഴേക്ക് 4000 വർഷങ്ങൾ കഴിയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അത്രമാത്രം പ്രവിശാലമാണ് നരകം. നരകത്തിൻ്റെ നീളം, അതിൻ്റെ വിസ്തീർണമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 കാലുള്ള നരകം, ഓരോ കാലിൻ്റെ ഇടയിലും 1000 വർഷം വഴിദൂരമാണ്. 30,000 തലകളാണ് നരകത്തിനുള്ളത്. സ്വഹാബാ, ഓരോ തലകളിലും 30,000 വായകളാണ്. 2 ചുണ്ടുകളാണ്. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ അല്ലാഹു ഘടിപ്പിച്ചിരിക്കുകയാണ്. വലഹാ 70 അൽഫ സിമാം, 70,000 കടിഞ്ഞാണുകളാണ് നരകത്തിനുള്ളത്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളാണ്. ഒന്ന് ചിന്തിക്കണേ സോദര, ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളാണ്. ഏകദേശം 490 കോടിയോളം വരുന്ന മലക്കുകളാണ് നരകത്തിന്റെ മേൽ അല്ലാഹു അധീനപ്പെടുത്തിയിരിക്കുന്നത്. അലൈഹാ മലായിക ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്ത് നിർവഹിക്കുന്നതായ മലക്കുകളാണ്. അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി തൃണവൽഗണിക്കുകയും അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്നതായ മലക്കുകളാണ്. അഥവാ അല്ലാഹു കൽപ്പിച്ചത് മാത്രം ഏറ്റെടുക്കുന്നതായ ഒരു കൂട്ടം അതികഠിന ഹൃദയത്തിന്റെ വക്താക്കൾ
മക്കളായ മലക്കുകളാ. 490 കോടിയോളം വരുന്ന മലക്കുകളാണ് നരകത്തിന് മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ നരകത്തിന്റെ ഭീകരത റസൂലുള്ള കണ്ടതാണ്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്, അതിൻ്റെതാകുന്ന ശിക്ഷകൾ റസൂലുള്ള കണ്ടതാണ്. ആ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം ഇല്ല വൽ ഖബർ വഫളഅ മിൻഹു. ഖബറാണ്, ഖബറാണ്, ഖബറാ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഖബർ എന്താണ് മനസ്സിലാക്കണം. ചെറിയ കാര്യമല്ല. നമ്മളിനി പോകേണ്ട അടുത്ത ഘട്ടമാണ്. നമ്മൾ ഇതുവരെ സുഖിച്ചു, രസിച്ചു. ഇനി പോകുന്ന ഘട്ടം, മൂന്നാമത്തെ ഘട്ടം ബുദ്ധിമുട്ടാണ്. രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഫനായി മസാദം പറഞ്ഞ് നടന്നാ പോരാ. വിക്ർ വല്ലതും ഉണ്ടോ ജീവിതത്തിൽ? നാവ് ചലിപ്പിച്ചിട്ട് അള്ളാഹുവിനെ സ്തുതി പറഞ്ഞിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ? ആ സുബ്ഹാനല്ലാഹയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, വമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ ശ്രേഷ്ഠത എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, തംലഉ ബൈന സമാവാതി വൽ അർദ്, ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹ്ക്കുള്ളത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ് എന്നൊരു വ്യക്തി ചൊല്ലിയാൽ കിട്ടുന്ന ശ്രേഷ്ഠത ഉറക്കെ ചൊല്ലിക്കേ. ഇതാണ് ഉറക്കെ. നല്ല ഉറക്കാണല്ലോ. ഇത് ഉറങ്ങുവാണല്ലോ. ഉറങ്ങിച്ചെല്ലാനല്ല പറഞ്ഞത്, ഉറക്കെ ചെല്ലാൻ. സുബ്ഹാനല്ലാഹ് ഉറക്കെ പറയും. കാരം കഴിഞ്ഞിട്ട് ഇമാമു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുക. അപ്പോഴേ ഉറങ്ങി. തയ്യാത്ത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ടില്ല മിക്ക ആളുകൾ. അതിന്റെ മഹത്വം അറിയുന്നില്ല. ചിലർ അപ്പോഴേ ഇറങ്ങി ഓടുകയാണ്. ഈ സുബ്ഹാനല്ലാഹിക്ക് അൽഹംദുലില്ലാഹിക്ക് അല്ലാഹു അക്ബർ, എന്തിന് വേറെ ജോലിയില്ല. ഇതാണ് അവസ്ഥ. ആരാ ഇവന്? സുസുന്നി 50 പൊതിയായിട്ട് നബിദിനത്തിന് പോവുള്ളൂ വീട്ടിലോട്ട്. അങ്ങനത്തെ ആളാണ്. സംസ്കാരത്തിന് സുബ്ഹാനല്ലാഹിക്കില്ല. ഇപ്പൊ തുടങ്ങിയ സോക്കേടാണ് ഇത്. മുമ്പൊന്നും കുഴപ്പമില്ല. മുമ്പ് ഫുള്ള് കഴിഞ്ഞിട്ടായിരുന്നു പോകുന്നത്. ഇപ്പൊ പൊതി ഉണ്ടെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വയ്യ ഉസ്താദേ, എനിക്ക് മുട്ടിന് വേദനയാണ്, ചിരട്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം. അല്ലാഹു ആക്കട്ടെ. എല്ലാം തെറ്റും പറയും. എന്നിട്ട് അതിന് കാരണം പറയും. ഇപ്പൊ എല്ലാവരും കസേരമേലെ, എല്ലാവരും കസേരയിൽ ഇരുന്ന ഭയങ്കര നിസ്കാരം. വീട്ടിൽ നിന്ന് വരുമ്പോഴേ കസേരയാണ്. പാപ്പ മരിച്ചാണ് 50 കസേര പള്ളിക്ക് നീയത്ത്. പിന്നെ എങ്ങനെ ആഫിയത്ത് കിട്ടും? ഓരോ ദിവസം ഇത് തന്നെ കളി. ഓരോ ദിവസം പുതിയ പുതിയ കസേരകൾ വരികയാണ്. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കസേരമേലിരിക്കുന്ന അവസ്ഥ വരികയാണ്. ചോദിക്കുമ്പോൾ പറയുന്നത് ചെറിയതാണ്. അപ്പം ഞാനതിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം അത് ശ്രദ്ധിക്കാൻ. മഹലിലെ ഉസ്താദുമാരോടൊന്നും ഇതിൻ്റെ മസലയും കാളിമാരോടൊന്നും ഇതിനെപ്പറ്റി ചർച്ചയൊന്നും ഇല്ല. അങ്ങോട്ട് തോന്നുന്ന പോലെ അമൽ ചെയ്യുക. എനിക്ക് അസുഖമാണ്, അതുകൊണ്ട് ഞാൻ കസേര ഇട്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉസ്താദിനോട്, ഉസ്താദ് എൻ്റെ അസുഖം ഇന്നതാണ്, എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്നില്ല, സുജൂദിലേക്ക് പോകാൻ ഇന്നതുപോലെ ബുദ്ധിമുട്ടുണ്ട്, റുക്കൂ ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രയാസം, അല്ലെങ്കിൽ നിൽക്കുമ്പോഴാണ് പ്രയാസം, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എനിക്ക് കസേര നിസ്കാരം പറ്റുമോ? അതല്ല ഞാൻ തഹിയ്യാത്തിൽ തന്നെ താഴെ ഇരുന്നിട്ട് അങ്ങനെയാണോ നിസ്കരിക്കേണ്ടത്? അതല്ല കാല് നീട്ടി വെച്ച് നിസ്കരിക്കുകയാണോ വേണ്ടത്? ഏത് രീതിയിലാണ്? ആരാ ചോദിക്കുന്നത്? ഒറ്റ ഒരുത്തനും ചോദിക്കേണ്ട. എല്ലാവർക്കും മസല അറിയാം. ഭയങ്കര തികഞ്ഞ പണ്ഡിതന്മാർ. പിന്നെ ആയിക്കോ, പിന്നെ അങ്ങോട്ട് ചെയ്തോ. എല്ലാം ഹറാബാകട്ടെ, അല്ലാഹു ആകട്ടെ. ഒരാൾക്ക് ചോദിക്കണ്ട. എന്താ പറയാ, ഒരു വിനയം കാണിക്കാൻ എല്ലാവർക്കും ഒരു മടി. വലിയ ആലിമീങ്ങളാണ് എല്ലാവരും, വലിയ തികഞ്ഞ പണ്ഡിതന്മാരാണ്. അവനവന്റെ മസല അനുസരിച്ച് ആരോ ഒരാൾ കസേര തുടങ്ങി എന്നാൽ പിന്നെ എല്ലാവരും ഹരാസ് അതിനോട് ഖിയാസാക്കി ബാക്കിയുള്ളവരൊക്കെ കസേര. ഇത് ഓരോരുത്തർക്കും സുജൂദ് ചെയ്യാൻ പറ്റാത്തവനുണ്ടാകും, അവനവൻ്റെതായ രീതിയുണ്ട്. റുക്കൂ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. ചിലർക്ക് നിൽക്കാൻ പറ്റും, അവൻ നിൽക്കുക തന്നെ വേണം. അവൻ തുടക്കം പോലെ കസേരക്കകത്ത് കയറിയിരിക്കുക റാഹത്തായിട്ട്, കുഴപ്പമില്ലല്ലോ, സുഖമുണ്ടല്ലോ. ഒന്നും പറ്റില്ല. ഞാൻ പറയാം, ഓരോരുത്തർക്കും ഓരോരു പറ്റുന്ന മസല അതാണ്. അത് ഓരോരുത്തർക്ക് ചേർത്തിട്ടാണ് മസല പറയുമ്പോൾ വേർതിരിച്ച് പറയണം. അത് അവനവന്റെ ആരോഗ്യശൈലി എങ്ങനെയാണെന്നുള്ളത് പള്ളിയിലെ കാളിമാരോട് വന്ന് ചോദിക്കണം. ഇതൊന്നുമില്ല. മസലയൊക്കെ വലിയ തികഞ്ഞ പണ്ഡിതനാണ്. എല്ലാവരും കസേര ഇട്ടങ്ങ് തിരിക്കുക. എല്ലാ മഹലിലും ഇനി ഒരു 10 കൊല്ലം കൂടി പോയാൽ മതി, സുഖമായി ഇമാമടക്കം കസേര കിട്ടും. എല്ലാവർക്കും സുഖമായിട്ട് അങ്ങ് കസേര കിട്ടും. ഇപ്പൊ ഈ വാള് പറയാതിരിക്കുന്ന പോലെ എങ്ങനെ ഇരിക്കാം. അതപ്പോ ഇപ്പൊ സീൻ അതാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. ചുമ്മാ ഈ ഒഴിവ് പറച്ചിലും അസുഖം പറച്ചിലുമാണ് എല്ലാവരും. ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും മുട്ടുവേദന, കാലുവേദന, കൈവേദന. പഴയ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ആളെ കൂലിക്ക് വെച്ചിട്ട് പിടിച്ചു നിർത്തിയിട്ട് നിസ്കരിക്കുന്നു. നമ്മളൊക്കെ പോലെ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്തായി പറ്റിയത്? കൊളസ്ട്രോളാണ്. കുഴിമന്തി കിഴിപൊറോട്ട ഇത് അടിച്ചടിച്ച ഇത് കോലത്തിലായി. വേറെ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണത്തിലുള്ളത് ഒരു ക്രിയാത്മക ഇല്ലാതെ പോയി, ശ്രദ്ധയില്ലാതെ പോയി, ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. ആഖിറത്തെക്കുറിച്ചുള്ള ഭയപ്പാടില്ല. എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. ഈ ഒരു അവസ്ഥയിലാണ്. ഇതൊക്കെ വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ പോലെ കാട്ടിക്കൂട്ടലായിരിക്കുക. അല്ലാഹു മലക്കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു വസിയത്ത് നൽകണേ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കുഫഅൻക ഹദാ കുഫഅൻക ഹദാ. തന്റെ ശറഫാക്കപ്പെട്ട നാവിനെ പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, ഈ നാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ, ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറയരുതേ. ദുനിയാവാൻ ഇവിടെ 10 പേരെ കിട്ടുമ്പോൾ 4 ആളെ കാണുമ്പോൾ 10 പേരെ ഒരാളെ തേജോവധം ചെയ്യാൻ വേണ്ടി നിന്റെ നാവിനെ നീ ഉപയോഗിക്കരുത്. 10 പേര് കൂടുന്ന സദസ്സിൽ, അത് പള്ളിയിലാകട്ടെ പുറത്താകട്ടെ എവിടെയായാലും 10 ആൾ കൂടുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ഒരാളെ അയാളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. വാട്സാപ്പിൽ നീ മെസ്സേജ് അയക്കാൻ പാടില്ല. ഫേസ്ബുക്കിൽ നീ കമന്റ് ഇടാൻ പാടില്ല. ഇതൊക്കെ നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. നിസ്സാര കാര്യമല്ല. ജനങ്ങൾ ഇതൊക്കെ തമാശയായിട്ട് എടുക്കുന്ന വിഷയമാണ്. ഖബറിൽ ഇത് വലിയ ഹിസാബാണ്. മരിച്ചു കഴിഞ്ഞാൽ രക്ഷ കിട്ടുമെന്ന് ആരും കരുതണ്ട. വലിയ വിപത്താണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരനോട് പറയുകയാണ്, കുഫഅൻക ഹാദാ, നിന്റെ ഈ നാവിനെ നീ ഒന്ന് ശ്രദ്ധിക്കണേ, ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറയരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം നല്ലതുപോലെ ഒന്ന് കർണപുടം കൊടുത്തുകൊണ്ട് സാഗൂതമൊന്ന് ശ്രദ്ധ തുരുത്തി കേൾക്കണേ. എത്ര ആളുകൾക്ക് നമസ്കാരം ചിട്ടവെക്കാൻ സാധിച്ചിട്ടുണ്ട്, ദിക്ർ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമാകുന്ന കലിമ എത്ര ആളുകൾ 1,00,000 ചൊല്ലിയവരുണ്ട്, എത്ര ആളുകൾ സ്വലാത്ത് 1,00,000 ചൊല്ലി തീർത്തവരുണ്ട്. 300 സ്വലാത്ത് ഡെയിലി ചെല്ലുന്നവനെയല്ലയോ പണ്ഡിതന്മാർ ഉലമാ സ്വലാത്ത് ചെല്ലുന്നവനായി പരിഗണിക്കുക തന്നെയുള്ളൂ. 10 സ്വലാത്തുകൾ നമസ്കാരം കഴിഞ്ഞ് ഇന്ന നിസ്കാര പള്ളിയിൽ ചെല്ലുന്നുണ്ടെന്നറിഞ്ഞാൽ ആ നമസ്കാര പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകാത്തതാകുന്ന മുസ്ലിമീങ്ങളുള്ള കാലഘട്ടമായി സമൂഹം മാറിയില്ലയോ? നമസ്കാരത്തിന് ശേഷമുള്ള 3 സ്വലാത്തുകൾക്ക് വൈകല്യങ്ങൾ കാണിക്കുന്ന, വൈമുഖം കാണിക്കുന്നതായ മുസ്ലിം സഹോദരങ്ങൾ മാറിയില്ലയോ? ദിക്റിന്റെയും സ്വലാത്തിന്റെയും സദസ്സുകളെ വെറും മോശപ്പെട്ട സ്ഥലങ്ങളാക്കി മാറ്റുന്ന സമൂഹമായി മാറിയില്ലയോ? ചൊല്ലാമടിയുള്ളവരല്ലയോ? ബദരിയ തോതുന്ന ആളുകൾ ഇന്ന് കുറഞ്ഞു പോയില്ലയോ? മാലമൗലിദുകൾ പാരായണം ചെയ്യുന്ന സഹോദരിമാര് കുറഞ്ഞു പോയില്ലയോ? ഒരു കാലഘട്ടത്തിൽ മഹാമാരിയാകുന്ന തൗന് കടന്നു വന്നപ്പോ പൊന്നാനി ദേശക്കാർക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ നാട്ടിലുള്ളവർക്ക് നൽകിയതാകുന്ന മഹനീയമായ മൗലിദല്ലയോ മങ്കൂസ് മൗലിദ്. ഇന്ന് എത്ര പേര് കുടുംബങ്ങളിൽ പാരായണം ചെയ്യുന്നുണ്ട്? ഈ കൊറോണയടക്കമുള്ള വൈറസ് ബാധകളിൽ നിന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ രാജ്യത്തിനും സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വട്ടമെങ്കിലും മൗലിദോദാൻ എത്രയോ മുസ്ലിം സഹോദരിമാർക്ക് സാധിക്കുമായിരുന്നു, എത്രയോ സഹോദരങ്ങൾക്ക് സാധിക്കുമായിരുന്നു. എത്ര ആളുകൾക്ക് തന്റെ നാട്ടിലുള്ള ആലിമീങ്ങളെ മുത്തഅല്ലിമീങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടെന്ന് പാരായണം ചെയ്തുകൊണ്ട് ആ വിപത്ത് പരിപൂർണമായി നിർമാർജനം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നതിനെയെല്ലാം എതിർക്കുന്ന സമൂഹങ്ങളായില്ലയോ? വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ വേണ്ട കമന്റ് രേഖപ്പെടുത്തുന്നതിനപ്പുറം വാൾ പോസ്റ്റ് ഇട്ടുകൊണ്ട് സമൂഹത്തിൽ ജനമധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു
സ്ഥാപിച്ചുകൊണ്ട് മാലമൗലിദുകൾക്കെതിരെ ഇത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തൗഹീദിൽ നിന്ന് തെറ്റിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചെയ്യരായ പ്രവർത്തകരെ അടർത്തിയെടുത്തുകൊണ്ട് ബിദ്അത്തിന്റെ പ്രസ്ഥാനക്കാര് സമൂഹത്തിലേക്ക് കടന്നു വന്നില്ലയോ? എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വഴിപിഴച്ചു പോയി. നഊദു ബില്ലാഹ്. അതുകൊണ്ടൊരു തിരിച്ചുവരൽ അനിവാര്യമാണ്. അനാവശ്യമായ ഫസാദുകളിൽ നിന്ന് നിന്റെ നാവിനെ നീ ഒന്ന് സംരക്ഷിക്കണേ. ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കാൻ വരുന്നത് പോലും, ചില ആളുകൾ പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ വരുന്നത് പോലും നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി അന്യരാകുന്ന വ്യക്തികളെ കുറിച്ച്, അത് ആലിമാകട്ടെ മുത്തഅല്ലിമാകട്ടെ, നാട്ടിലുള്ള സജ്ജനങ്ങളെ കുറിച്ചാകട്ടെ, പാമരനെ കുറിച്ചാകട്ടെ, പണക്കാരനെ കുറിച്ചാകട്ടെ, പൊക്കമുള്ളവനെ കുറിച്ചാകട്ടെ, കുറുകിയനെ കുറിച്ചാവട്ടെ, വെളുത്തവനെ കുറിച്ചാവട്ടെ, കറുത്തവനെ കുറിച്ചാവട്ടെ, ഫനായി ഫസാദ് പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുപാട് ആളുകളുണ്ട്. നമസ്കരിക്കലല്ലവന്റെ ലക്ഷ്യം. നമസ്കാരം കഴിഞ്ഞ കടയിൽ വന്നുകൊണ്ട് ഒരു ചായ കുടിച്ചുകൊണ്ട് 2 മണിക്കൂർ ഫനായി ഫസാദിലും ഏർപ്പെടലാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകവേ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, തഖല്ലലൂ, പല്ലുകുത്തണേ, പല്ലുകുത്തണേ. ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഫഖാലൂ, ഉടനെ റസൂലുള്ളാഹിയോട് അനുയായികൾ പറയുകയാണ്, ഫവല്ലാഹി മാ തഇന്നല്ലോ മത്ആമാ, നബിയേ നബിയേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവിതാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂതനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനില്ലയോ? ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. നബിയെ, ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിക്കാത്ത, ഒന്നും ഭുജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുമ്പോ റസൂലുള്ളാഹി സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ ഇന്നി ലഅറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ, കാണുന്നുണ്ട് സാബ. അത് കുത്തിക്കളയാനാണ് പറഞ്ഞത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒമാനിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ശുഹദാക്കളുടേതാകുന്ന പട്ടികയിലേക്ക് നമുക്കൊന്ന് ചേരണ്ടയോ? ജീവിതമൊന്ന് സംശുദ്ധമാക്കണ്ടയോ? നമസ്കാരമൊന്ന് ചിട്ടവെക്കണ്ടയോ? നോമ്പുകളൊന്ന് നോറ്റ് വീടണ്ടയോ? സകാത്തുകളൊന്ന് കൊടുത്തു വീടണ്ടയോ? ഹജ്ജുകളൊന്ന് ചെയ്തു വെക്കണ്ടയോ? പാപങ്ങളുടെ കണ്ണീരപ്പൊന്ന് ഒപ്പണ്ടയോ? നിരാലംബർക്ക് അവലംബമാകണ്ടയോ? നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണ്ടയോ? സാലിഹീങ്ങളോടൊപ്പം ഒന്ന് ചേരണ്ടയോ? സലഫു സാലിഹീങ്ങളെ കാണിച്ചു തന്ന മഹിതമാകുന്ന ആദർശത്തിന്റെ വഴിത്താരയിലൂടെ നമുക്കൊന്ന് നടന്നു നീങ്ങണ്ടയോ? എന്ത് വേണം സഹോദര, എന്ത് വേണം സഹോദരി? നിന്റെ നാവൊന്ന് നന്നാക്കണം, നിന്റെ ശരീരം ഒന്ന് സംശുദ്ധമാക്കണം. കൊറോണ എന്ന വൈറസ് ബാധയെ തൊട്ട് നിനക്ക് തടുക്കാൻ സാധിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബ തൗബ ചെയ്തുകൊണ്ടൊരു പുതുവിശ്വാസിയെ പോലെ, ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ സംശുദ്ധനായി തീരാൻ അല്ലാഹുവിലേക്ക് നീ ഒന്ന് തൗബ ചെയ്യണേ. പടച്ച റബ്ബിലേക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരുകയാണ്. മായുബികീക യാ ഉമറോ,
എന്തിനാണ് ഉമറെ കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം ബകീതു ബിബുകാഇ റജുലിൻ യാ റസൂലല്ലാഹ്, ഇന്നാലിന്ന മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ് റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു ചെറുപ്പക്കാരനാണോ കരയുന്നത് ആ മനുഷ്യനെ വിളിക്കാൻ പറയുകയാണ്. നബിയുടെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോടായി ചോദിക്കുകയാണ്, എന്തിനാണ് നീ കരയുന്നത്? ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ ദംബി അഅ്ലമു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ പാപം വലുതാണ്, എന്റെ ദോഷത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. നബി തങ്ങൾ അവനോട് ചോദിക്കുകയാണ്, ദംബുക അഅ്ലമു അമിൽ കുർസിയു, നിന്റെ പാപമാണോ വലുത് അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? വല്ലാത്തൊരു ചോദ്യമാണ്. ഓമാനൂരുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാര്, 10 മിനിറ്റ് ഒന്ന് കാതു കൊടുക്കണേ. അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വര്യനോട് ചോദിക്കുകയാണ്, ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ദംബുക അഅ്ലമു അമിൽ കുർസിയോ, നിന്റെ പാപമാണോ വലുത് അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ദംബി അഅ്ലമു യാ റസൂലല്ലാഹ്, എന്റെ പാപമാണ് വലുത് റസൂലേ, അല്ലാഹുവിന്റെ കുർസിയേക്കാൾ എന്റെ പാപമാണ് വലുത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, ദംബുക അഅ്ലമു അമിൽ അർശൂ, നിന്റെ പാപമാണോ വലുത് അല്ലാഹുവിന്റെ അർശാണോ വലുത്? ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, ദംബി അഅ്ലമു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ അർശിനേക്കാൾ എന്റെ പാപമാണ് വലുത് യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പാപം? പറയുന്നില്ല. നബി തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ദംബുക അഅ്ലമു അമില്ലാ, നിന്റെ പാപമാണോ വലുത് അല്ലാഹുവിന്റെ പാപമോചനമാണോ? യഅനി അഫ്വല്ലാഹ്, അല്ലാഹുവിന്റെ പാപമോചനമാണോ വലുത്? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലാഹയാണ് വലുത്, അല്ലാഹുവിന്റെ പാപമോചനമാണ് വലുത്. എന്നാൽ നിന്റെ പാപം എന്താണ് പറയടാ? അല്ലാഹുവിന്റെ റസൂലിനോട് ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, 10,000-ഓളം വരുന്ന സഹാബത്ത് സാക്ഷികളാണ്. നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, വല്ലാത്ത ദോഷമാണ്, വല്ലാത്ത പാപമാണ് ഞാൻ ചെയ്തത്. ജന്നത്തുൽ ബഖീ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മദീന പള്ളിയുടെ ചാരത്തുള്ള ഈ ജന്നത്തുൽ ബഖീന്റെ ഖബർ വെട്ടിയാണ് ഞാൻ, കുഴിവെട്ടിയാണ് ഞാൻ യാ റസൂലല്ലാഹ്. ആര് മരിച്ചാൽ ഖബർ വെട്ടുന്ന വ്യക്തിയാണ്. ഇന്നലെ ഇതാ ഒരു പെണ്ണിനെ ഖബറടക്കി. ആ പെണ്ണിൻ്റെതാകുന്ന ഖബറടക്കം കഴിഞ്ഞ് പാതിരാത്രി സമയത്ത് നിശയുടെ ചെയ്തതിൽ ലോകം മുഴുവൻ നിദ്രയിലേക്ക് പോയപ്പോ നിർനിദ്രനായി ഞാൻ ആ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നു. ആരുമില്ലാത്ത സമയം, ലോകം മുഴുവനും ഇരുട്ടിൽ കിടക്കുന്ന സമയം, ഇരുട്ട് പുതച്ചതാകുന്ന മദീനയുടെ തരിപ്പ് മാറ്റിക്കൊണ്ട് ഒരു ചെറിയൊരു മമ്മട്ടി എടുത്തുകൊണ്ട് ഞാൻ ഖബറിലേക്ക് ചെല്ലുകയാണ്. ഏതൊരു പെണ്ണിന്റെ ഖബറാണോ പകല് കുഴിച്ചത്, ഏതൊരു പെണ്ണിനെയാണോ ഖബറിട്ട് മൂടിയത്, ആ പെണ്ണിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഖബർ വെട്ടുക മാത്രമല്ല, ലോകം മുഴുവൻ ഉറങ്ങുമ്പോ പാതിരാത്രി സമയത്ത് ഖബർ തുറന്നിട്ട് ആ ഖബറിൽ കിടക്കുന്നതാകുന്ന വസ്ത്രം, അവരുടെ കഫം വിടവ അത് അടിച്ചു കൊണ്ടുപോയി വിൽക്കലാണ്. അതിലൂടെ ജീവൻ നിലനിർത്തലാണ് എന്റെ പണി. റസൂലല്ലാഹ് ആരും അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്, രഹസ്യമായി ചെയ്യുന്നതാണ്. എന്നാൽ എല്ലാം അറിയുന്നവൻ അള്ളയുണ്ട് എന്നുള്ള വിചാരം എന്റെ മനോമഗതത്തിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. ഈ ദുനിയാവിന്റെ അന്ധകാരം എന്റെ ഹൃദയത്തെ വല്ലാതെ വലിച്ചു മുറുക്കിപ്പോയി. പാതിരാത്രി സമയത്തും എല്ലാവരും ഉറങ്ങുന്ന സമയം സാരി സ്ത്രീകളിൽ പെട്ടതാകുന്ന മുസ്ലിം സഹോദരി അടക്കം ചെയ്യപ്പെട്ടതാകുന്ന ജനാസയുടെ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നു. ആ ഖബർ ഞാൻ മണ്ണുകൊണ്ട് തുരക്കുകയാണ്, മൺവെട്ടി കൊണ്ട് തുരക്കുകയാണ്. ഖബർ ഞാൻ തുരന്നു. അവളുടേതാകുന്ന വസ്ത്രം ഞാൻ ഉരിച്ചെടുത്തു, അവളുടെ കഫം മുടവ ഞാൻ ഉരിഞ്ഞെടുത്തു. റസൂലേ, തിരിഞ്ഞ് നടക്കുമ്പോ മുന്നിട്ട് മൂടാൻ പോകുമ്പോ അവളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ, ചെറുചുറുക്കുള്ള യുവതിയായ പെണ്ണ്, അവളുടെ ശരീരത്തിന്റെ ആകാര തുടിപ്പുകൾ എന്റെ ഹൃദയത്തെ വല്ലാതെ ഇളക്കി കളഞ്ഞു. ഞാൻ അവളെ കടന്നു പിടിച്ചു, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം ഖബറിലേക്ക് ഇറങ്ങാൻ മടിക്കില്ലേ നമ്മൾ? എന്നാൽ പാതിരാത്രി സമയം എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഖബർ തുരന്നിട്ട് ഖബറിലെ മണ്ണുകൾ മാറ്റി അതിലെ വസ്ത്രം മുഴുവൻ ഉരിച്ചെടുത്ത് മുസ്ലിം സഹോദരിയായ
മാറിയാകുന്ന അൻസാരി പെണ്ണിലേക്ക് ഞാൻ എന്റെ വൈകാരിക തലങ്ങളുമായി കടന്നു ചെന്നു. അവളുമായി ഇഴുകിച്ചേർന്നു റസൂലേ. ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നെ വൈകാരികത ശമിപ്പിച്ചിട്ട് ആ ഖബറിൽ മണ്ണിട്ട് മൂടാ തുനിയവേ ഞാനൊരു വല്ലാത്തൊരു ശരീരി ആ ഖബറിൽ നിന്ന് കേൾക്കുകയാണ്. എന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ, എന്റെ ജീവിതത്തിലേക്ക് തൗബയുടെ വാതിൽ തുറക്കപ്പെടാൻ, ആകാശത്തിന്റെ ദിവനായ പടച്ച റബ്ബിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരു വിളിനാളം ആ ഖബറിൽ നിന്ന് ഞാൻ കേട്ടുപോയി റസൂലേ. അത് വല്ലാത്തൊരു ശരീരിയായിരുന്നു. എന്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കിയ ഒരു വിളിയാണ്. ആ ഖബറിൽ നിന്ന് വിളിക്കുകയാണ്, അമ്മാ തഖശല്ലാ, നിനക്ക് പേടിയില്ലടാ, പേടിയില്ലടാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, സാമൂതം വീശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്തേ നീ മറന്നു പോയത്? തറക്കതനീ ഉരിയാനാ വവാഫഖതനീ ജുനുബൻ ഇൻദല്ലാഹ്. എന്റെ ശരീരത്തിന്റെ വസ്ത്രം അടിച്ചെടുത്തു, എന്നെ നഗ്നയാക്കി എന്ന് മാത്രമല്ല, നാളെ പടച്ച റബ്ബിൽ അല്ലാഹുവിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാടുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനകോടികളുടെ മധ്യത്തിൽ അല്ലാഹു വിചാരണ ചെയ്യുന്ന വേളയിൽ വവാഫഖതനീ ജുനുബൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ജനാപത്തുകാരിയായിട്ട് ഞാൻ കടന്നു വരേണ്ടതില്ലയോ? ഞാനൊരു വലിയ ശുദ്ധിയുള്ളവളായി അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു വരേണ്ടതില്ലയോ? ആ രീതിയിൽ എന്നെ ജനാപത്തുകാരനാക്കിയിട്ട് നീ പോകുകയാണോ എന്നുള്ള ഖബറിന്റെ അശരീരി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മണ്ണ് പെട്ടെന്ന് ഇട്ടുമൂടി. ഞാൻ ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ കരച്ചിൽ ഉമർ കേട്ടുപോയി. ഉമർ അതുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും പറഞ്ഞപ്പോ റസൂൽ ആട്ടി ഓടിക്കുകയാണ്, വീടിന്റെ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. സ്വഹാബത്ത് ആശ്ചര്യപ്പെടുകയാണ്, നബിതങ്ങൾ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഹബീബായ നബിതങ്ങൾ ഓടിപ്പോയ ഈ സഹോദരങ്ങളെ, സഹോദരിമാരെ, 40 ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. 40 ദിവസങ്ങൾ പകലെന്നില്ല രാത്രിയെന്നില്ല, പകലും രാത്രിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിലേക്ക് പാപമോചനത്തിന് അർത്ഥിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അലീം വഅതൂബു ഇലൈഹി. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുകയാണ്. ഉന്നതനായ സമൂഹനായ അല്ലാഹ്, എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്, എന്നെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ് എന്ന പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്തുകൊണ്ട് 40 ദിനരാത്രങ്ങളെ നീക്കുകയാണ്. ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് എപ്പോഴും ഉള്ളത്. അല്ലാഹുമ്മ യാ ഇലാഹ മുഹമ്മദിൻ വ ഇബ്രാഹീമ വ ആദമ. മുഹമ്മദ് നബിയുടെ റബ്ബേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ റബ്ബേ, ആദം നബി അലൈഹിസ്സലാമിന്റെ അല്ലാഹ്, യാ റബ്ബ യാ ഇലാഹ ആദമ വ ഇബ്രാഹീമ വ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ആദമിന്റെയും റബ്ബേ അലൈഹിമുസ്സലാം, ഇൻ കുന്ത ഖദ് ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വ അസ്ഹാബഹു. നീ എന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട് എങ്കിൽ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികൾക്കും എന്റെ പാപമോചനമെന്ന് അറിയിക്കണേ. വയില്ല, ഈ പാപിയും ദോഷിയുമായ എന്റെ പാപം നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഫഅർസിൽ അലയ്യ നാറം മിനസ് സമാ, ഫഅർസിൽ അലയ്യ നാറം മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് ഒരു തീനാളം എന്നിലേക്ക് അയക്കണേ അല്ലാഹ്. ഫഹരിഖ്നി, എന്നെ അങ്ങ് കരിച്ചു കളയണേ അല്ലാഹ്. കാരണം നരകത്തിലേക്ക് ഇട്ടുകൊണ്ട് എന്നെ നീ ശിക്ഷിക്കരുത് അല്ലാഹ്. 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകം, ആ നരകത്തിലെ തീജ്വാല കൊള്ളാൻ ഈ പാവപ്പെട്ടവന് സാധിക്കില്ല റബ്ബേ. അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പാപം നീ പുറത്തു തന്നാൽ മുഹമ്മദ് നബി അവനുയായികളെയും നീ അറിയിക്കണേ. എന്റെ പാപം നീ പുറത്തു തരുന്നില്ല എങ്കിൽ ഫാർസിൽ അലയ്യ നാറം മിനസ് സമാ, ആകാശത്ത് നിന്നൊരു തീനാളം
ഇറക്കി എന്നെ അങ്ങ് കരിച്ചു കളയണേ അല്ലാ, എന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, 40 ദിവസം പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, അവസാനം എന്തുണ്ടായി? കാതൊന്നു കൊടുക്കണേ, കാതൊന്നു കൊടുക്കണേ. പാതിരാത്രി സമയത്ത് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കബർ തുറന്നിട്ട് കബറിൽ കിടക്കുന്ന അൻസാരി പെണ്ണിനോട് മോശമായ സമീപനത്തിൽ ഏർപ്പെട്ട മനുഷ്യന് ആകാശത്തിന്റെ ദിവനായ പടച്ച റബ്ബ് ജിബ്രീൽ എന്ന മാലാഖയെ അയച്ചുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ്, അല്ലാഹ് മനുഷ്യന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു, ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീമാ. മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ കാന ഗഫൂറൻ ഗഫൂറാ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്, അവന് കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ഈ കുറഞ്ഞ കാലഘട്ട ജീവിതം, ഒന്നാം കാലഘട്ട ജീവിതത്തിൽ നിന്ന് നീ യാത്ര തിരിച്ചവനാണ്. അല്ലാഹുവേ നിന്നെ അനുസരിച്ചു കൊള്ളാം, നീയാണ് റബ്ബ്, നീയാണ് പരിപാലനൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ദുനിയാവിലേക്ക് അല്ലാഹ് നിന്നെ പറഞ്ഞു വിട്ടതാണ്. എന്തിനു വേണ്ടി? നീ നമസ്കരിക്കാൻ വേണ്ടി, നീ നോമ്പ് പിടിച്ച് ജീവിക്കാൻ വേണ്ടി, നീ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി. അത് നിന്റെ കച്ചവടത്തിന്റെ സക്കാത്ത്, നിന്റെ ശരീരത്തിന്റെ സക്കാത്ത്, നിന്റെ സമ്പത്തിന്റെ സക്കാത്ത്, എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുടുംബജീവിതം, അയൽപക്ക ജീവിതം, സാമൂഹ്യ ജീവിതം, സാമ്പത്തികമാകുന്ന മേഖല എല്ലാം നീ ഒന്ന് സംശുദ്ധമാക്കിക്കൊണ്ട് നിലകൊള്ളണേ. നിന്റെ അയൽപക്ക ബന്ധങ്ങൾ നീ ശാക്തീകരിച്ചുകൊണ്ട് നിലകൊള്ളണേ. കഴിയുമെങ്കിൽ നീ പരിശുദ്ധമായ ഹജ്ജും ഉംറയോ ഒന്ന് നിർവഹിക്കണേ. നീ പാപങ്ങളുടെ കണ്ണീരപ്പി നിരാലംബര കവലംബമായി നിരാശർക്ക് ആശ്രയത്വം കൊടുത്ത് വിധവകൾക്ക് അത്താണിയായി വർത്തിച്ച് നാട്ടിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് സഹായസ്ഥം നൽകിക്കൊണ്ട് നല്ല രീതിയിൽ റാഹത്തായുള്ള ജീവിതം നയിക്കണേ. എന്നാൽ നിനക്ക് മൂന്നാം ഘട്ട ജീവിതമാകുന്ന ഖബർ നിനക്ക് സന്തോഷമാണ്, സന്തോഷമാണ്. അവിടെ നിന്ന് പോകേണ്ടത് നാലാം ഘട്ട ജീവിതമാകുന്ന മഹ്ശറയാണ്. സുബ്ഹാനല്ലാഹ്, സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ നടത്തുന്ന മഹ്ശറ. ആ നാലാം ഘട്ടത്തിൽ നിനക്ക് എത്തേണ്ടത് അഞ്ചാം ഘട്ടമാണ്, സ്വർഗമാണ്. അഞ്ചാം ഘട്ടം ദുനിയാവിൽ നന്മ ചെയ്തവന് സ്വർഗം, അതല്ല ദുനിയാവിൽ കളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചവൻ, അടിച്ചു പൊടിച്ചുകൊണ്ട് നടന്നവൻ, സമ്പത്തിന്റെ ഉത്തുംഗതയിൽ സമൂഹങ്ങളെ പ്രതിബദ്ധതകളെ ശ്രദ്ധിക്കാതെ, സമൂഹത്തിലുള്ള പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പാതെ ഈ ദുനിയാവിൽ രസിച്ചുകൊണ്ട് നടന്നു നീങ്ങിയവരെ അന്നാർ, നരകമാണ് നിനക്ക് നൽകപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. നല്ല രീതിയിൽ ജീവിക്കാൻ പറഞ്ഞയച്ച നിന്റെ ജീവിതത്തിൽ, ഇതുവരെയുള്ള കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നീ തെറ്റുകൾ ചെയ്തു പോയി. മനുഷ്യ സഹജനമാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവനും തെറ്റുകാരാണ് എന്ന അർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ തെറ്റുകൾ ചെയ്തു പോയി. സിനിമ കണ്ടവരുണ്ടാകും, സീരിയൽ ദർശിച്ചവരുണ്ടാകും, സിനിമാ നടീ നടന്മാരെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നവരുണ്ടാകും, തിയേറ്ററിൽ പോയി പടങ്ങൾ കണ്ടവരുണ്ടാകും, ഈ സിനിമ ഇശാമകരിബിനിടയിൽ സീരിയൽ ലോകത്ത് നടന്ന് നീങ്ങിയവരുണ്ടാകും, ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയ ചെറുപ്പക്കാരുണ്ടാകും, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരുണ്ടാകും, WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് നീങ്ങി നിന്നവരുണ്ടാകും. എല്ലാ പടച്ച റബ്ബ് പുറത്തു തരുമെന്നുള്ള ഉത്തമ വിശ്വാസം നിന്റെ ഹൃദയത്തിലുണ്ടാവണേ. ഇനി നീ ഒന്ന് തൗബ ചെയ്തുകൊണ്ട് നന്നായി ഒന്ന് ജീവിക്കണേ. കൊറോണയടക്കമുള്ള വൈറസ് ബാധകൾ നാട്ടിൽ നിന്ന് മുക്തമാകണം, എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകണം, പൗരത്വ ഭേദഗതി ബില്ല് നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം, രാജ്യത്ത് സമാധാനം ഉണ്ടാവണം. അതിന് മുസ്ലിമേ നീ മുസ്ലിമായി ഒന്ന് ജീവിക്കണേ. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ വ്യസനിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. വഅൻതുമുൽ അഊലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് സമുന്നതർ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായാൽ, നിങ്ങൾ തഖ്വ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, 5 വഖ്ത് നമസ്കാരം പുരുഷന്മാർ ജുമാ ജമാഅത്തുകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഒന്ന് ആദ്യ വഖത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ, സ്ത്രീകൾ വീടിന്റെ അകത്തളങ്ങൾ ആദ്യ വഖത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ, മാതാപിതാ
മാതാപിതാക്കളെ ഒന്ന് ബഹുമാനിച്ചാൽ, കുടുംബ ബന്ധങ്ങളൊന്ന് ശാക്തീകരിച്ചാൽ, അയൽപക്ക ബന്ധങ്ങളൊന്ന്, സ്നേഹബന്ധങ്ങളൊന്ന് കൂട്ടിയിണക്കിയാൽ, സാഹോദര്യ ബന്ധങ്ങൾ ഒന്നുകൂടി ഒന്ന് കൂട്ടിയിണക്കിയാൽ, പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ഒന്ന് കൂടുതൽ നയിക്കപ്പെടാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾ തകർക്കാൻ ഒരാൾക്കും പറ്റൂല. നിന്റെ പാപം മുഴുവന് പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണേ അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ, ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.